അപ്പം ഞാൻ രാവിലെ ഒരു 4:30 എണീറ്റുന്ന്. എന്നിട്ട് ഞാൻ താഴെ പോയി എൻ്റെ അത്താഴം എടുത്തു. അത്താഴം പൊതുവേ ഞാൻ മീൽസാണ് കഴിക്കാറ് കേട്ടോ. നല്ല ചോറ് തന്നെ വേണം എനിക്ക്. എന്നും ചോറ് തന്നെ വേണമെന്നല്ല, പക്ഷേ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന സാധനം ചോറാണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും നിറച്ച് നേരെ റൂമിലേക്ക് പോയി. എന്നിട്ടൊരു 4:45 ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കും. ഇതാണ് എൻ്റെ പൊതുവേ ഉള്ള പതിവ്. അപ്പം ഞാൻ നേരെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു, ബാങ്കിന് അകത്തുനിന്ന് നിസ്കരിച്ചു. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് അത്താഴം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ക്ലാസ് ഞാൻ കാണും. കാരണം ക്ലാസ് കണ്ടാൽ ഞാൻ അപ്പം തന്നെ ഉറങ്ങും. അപ്പം ഞാൻ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ക്ലാസ് കണ്ട് പഠിച്ച് കഴിഞ്ഞു. അപ്പം തന്നെ എനിക്ക് ഉറക്കം വന്നിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീക്കുന്നത് 7:30 കേട്ടോ. 8 മണിക്കാണ് ക്ലാസ്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് വേറെ റെഡിയായി പോകലാണ് പൊതുവേ പതിവ്. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി. നമ്മളെല്ലാവരും ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ 8 മണിക്ക് ഉണ്ടാവുക ക്ലിനിക്സ് ആണ്. 8 മണി മുതൽ 12 മണി വരെ ക്ലിനിക്സ് ആണ്. അപ്പം അതിനേക്കുള്ള പോക്കാണിത്. ഞങ്ങളിപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ 8:06 ലേറ്റാണെന്നറിയാം. പക്ഷേ ലേറ്റായിട്ടാണ് പൊതുവെ ക്ലാസ് തുടങ്ങാറ്. നോക്കട്ടെ, കേട്ടൊക്കെ ചെയ്യും, കേട്ടാതിരിക്കില്ല. സർജറിയാണ്. ഇതാണ് ഞങ്ങളെ സർജറി ലെക്ചർ ഹാള്. ഇവിടെ AC ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെക്ചർ ഹാള് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സർജറീൻ്റെ രാവിലത്തെ ക്ലാസ് പറഞ്ഞാൽ പ്രസൻറ്റേഷനാണ് ഉണ്ടാവുക. 2 പേര് പ്രസൻറ്റ് ചെയ്യും. ഇതാ കാണുന്ന ഗ്ലോറിക്ക് ഇന്ന് പ്രസൻറ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ ആൾക്ക് മുഖത്തൊക്കെ. അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞു. സെമിനാർ ഉണ്ടായി ഗ്ലോറി. ടെൻഷനൊക്കെ മാറിയോ? ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇന്നൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണ്ടായി സർജറി. അപ്പോൾ എല്ലാവരും അത് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ റെപ്പിന് കൊടുക്കുകയാണ് പോയിട്ട്. എൻ്റെ അസൈൻമെൻറ്റ് ഞാൻ ഉച്ചക്കാണ് കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ ചെയർപേഴ്സൺ ആണ്, ഞങ്ങളുടെ കോളേജിൻ്റെ. അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 2-3 മിനിറ്റ് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നേരെ ക്ലിനിക്സിലേക്ക് പോകണം കേട്ടോ. നമുക്കിന്ന് സർജറി OP ആണ് ക്ലിനിക്സ്. അപ്പം നമ്മൾ അങ്ങോട്ട് നേരെ നടക്കുകയാണ്. OPയുടെ പ്രശ്നം എന്താ വെച്ചാൽ 3 മണിക്കൂറോളം നമ്മൾ അവിടെ ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കണം. അത് മാത്രമാണ് എനിക്ക് OPയിൽ ആകെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. പക്ഷെ ഒത്തിരി കേസസ് നമുക്ക് കാണാം. വാർഡിലുള്ള പോലെ ഒരു കേസിന് നമ്മൾ ഹിസ്റ്ററി എടുക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ കുറേ കേസസ് നമ്മൾ ജനറലി OPയിലൊക്കെ നിങ്ങൾ കാണുന്നില്ല, അതേപോലെ നമ്മൾ കണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവരെ എക്സാമിൻ ചെയ്യാം. നമുക്ക് സാർമാർ പറഞ്ഞു തരും എങ്ങനെയാണ് ഇവരെ നോക്കേണ്ടത്, എങ്ങനെയാണ് എക്സാമിൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. പക്ഷേ ഈ നിപ്പാണ് പ്രശ്നം. അങ്ങനെ OPയിലുള്ള പോസ്റ്റിംഗ്